നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിൽ മുസ്ലിം ലീഗിനുള്ള പ്രതിഷേധം ശക്തമാകുന്നു. അനാവശ്യ ചർച്ചകൾ ചെയ്ത് മുഖ്യമന്ത്രി പ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം 3 പേരെയും ഒന്നിച്ചെത്തി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ലീഗിന്റെ പ്രധാന നിർദ്ദേശം. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിന്റെ അന്തിമ ചർച്ചകൾ ഇന്ന് ഡൽഹിയിൽ നടക്കും. നിർണായക കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് KPCC മുൻ പ്രസിഡന്റുമാരുടെയും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായം തേടും. പ്രധാന ഘടകകക്ഷി നേതാക്കളുമായും AK ആന്റണിയുമായും രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കും. ജനവികാരം കണക്കിലെടുക്കണം എന്ന നിലപാടിലാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇക്കാര്യം അവർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കാനാവില്ല എന്ന അഭിപ്രായം ഘടകകക്ഷികൾ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തീരുമാനം പ്രഖ്യാപിക്കും. ഇന്നത്തെ ചർച്ചയിലാകട്ടെ KC-VD RC പക്ഷങ്ങൾ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ തീരുമാനം നാളെയുണ്ടാകുമെന്ന് K മുരളീധരനും പറഞ്ഞിട്ടുണ്ട്. ഘടകകക്ഷികളെ ഹൈക്കമാൻഡ് ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്നും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനാണ് ഡൽഹിക്ക് പോകുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു. ഡൽഹിക്ക് വിമാനം കയറുന്നതിന് മുൻപായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിന്റെ അന്തിമ ചർച്ചയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത്. നിർണായക കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് KPCC മുൻ പ്രസിഡന്റുമാരുടെയും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായം തേടും. പ്രധാന ഘടകകക്ഷി നേതാക്കളുമായും AK ആന്റണിയുമായും രാഹുൽ ഗാന്ധി ഫോണിലാണ് സംസാരിക്കുക. ജനവികാരം കണക്കിലെടുക്കണം എന്ന നിലപാട് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുക്കുന്ന സ്ഥിതിക്ക് എന്താകും അന്തിമ തീരുമാനമെന്ന് കണ്ടറിയണം. VD സതീശന് തന്നെ മുഖ്യമന്ത്രി പദവി നൽകുന്നതാണ് ശരി എന്നാണ് പൊതുവികാരം പറയുന്നത്. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനം എടുക്കാനാവില്ല എന്ന അഭിപ്രായം ഘടകകക്ഷികൾ പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെയോടുകൂടി പ്രഖ്യാപനമില്ലെങ്കിൽ കേരളത്തെ ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ജനങ്ങൾ ഹൈക്കമാൻഡിനെ ആട്ടിയോട്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. രാവിലെയോ വൈകുന്നേരമോ തീരുമാനം ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയാകട്ടെ KC-VD RC പക്ഷം അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി പരിശോധിക്കാനും പ്രതിപക്ഷ നേതാവ് നിശ്ചയിക്കാനും 3 ദിവസത്തെ CPM നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. തോൽവിയുടെ ഭാരം പിണറായിയുടെ തലയിൽ മാത്രം വെക്കാനാവില്ലെന്ന നിലപാടിലാണ് PB എത്തിയത്. തോൽവിയുടെ വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്ത PB റിപ്പോർട്ടിംഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുക്കും. നേതൃമാറ്റമെന്ന താൽപര്യം ചില നേതാക്കൾക്കുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും പിണറായി തുടരണമെന്ന നിലപാടിലാണ് ഉള്ളത്. മുന്നണിയെ നയിക്കുന്നതിൽ തലമുറ മാറ്റം വേണമെന്നാണ് CPM ഉൾപ്പെടെ മിക്ക ഘടകകക്ഷികളുടെയും നിലപാട്. CPI ആവശ്യപ്പെട്ട പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകുന്നതിലും CPM സെക്രട്ടേറിയറ്റ് ചർച്ചയാകും. കോട്ടയത്ത് ക്രോസ് വോട്ടിംഗ് നടന്നെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആക്ഷേപം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വരും. അതുപോലെ തന്നെ അസമിൽ തുടർഭരണം നേടിയ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 4 മന്ത്രിമാരും ഹിമന്തയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിലെ വെറ്റിനറി ഫീൽഡിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും.